പൊൻവാർത്ത തുടരുന്നു. മഞ്ഞുരുകുന്നില്ല കേരള സർവകലാശാലയിൽ. അവിടെ ഇപ്പോൾ VC മോഹൻ കുന്നുമിലെതിരെ SFIയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. സർവകലാശാലയിൽ ഇന്ന് മോഹൻ കുന്നുമിൽ എത്തിയിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഇപ്പോൾ പോലീസ് വിന്യാസമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മഞ്ഞുരുകുന്നില്ല, പല വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ജ്ഞാനസദസ്സിലടക്കം VC മോഹൻ കുന്നുമിൽ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. വേറെയും VCമാർ പങ്കെടുത്തിരുന്നു. ഒപ്പം രജിസ്ട്രാർ VC തർക്കവും തുടരുന്നു. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ മനസ്സിലാക്കുന്നു മോഹൻ കുന്നുമിൽ ഇപ്പോൾ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചെയ്തു. ഉമേഷ്, വിവരങ്ങൾ. സുഹേൽ, മോഹൻ കുന്നുമേൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അല്പം മുൻപാണ് ഇവിടെ മോഹൻ കുന്നുമേൽ ഈ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഔദ്യോഗിക വാഹനത്തിൽ ഇതുവഴി പോകുമ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ SFI പ്രവർത്തകർ ഈ വാഹനത്തിന് മുന്നിലേക്ക് എടുത്ത് ചാടി. പോലീസിന്റെ എസ്കോട്ട് ഉണ്ടായിരുന്നു. എസ്കോട്ട് ഉണ്ടായിട്ടും പോലീസ് വാഹനം തടഞ്ഞുകൊണ്ട് തന്നെ SFIയുടെ പ്രതിഷേധം അത് രേഖപ്പെടുത്തി. എന്തായാലും വലിയ പോലീസ് വിന്യാസമാണ്. ഏകദേശം 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ സർവകലാശാലയ്ക്കകത്ത് തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ SFI പ്രവർത്തകർ, ഏകദേശം 10ഓളം വരുന്ന SFI പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവർ ഈ മോഹൻ കുന്നുമേലിന്റെ വാഹനം തടഞ്ഞ്, ഈ ഔദ്യോഗിക വാഹനം തടഞ്ഞ് രണ്ട് ഘട്ടങ്ങളിൽ, അതായത് ഇവിടെ നിന്ന് വാഹനം എടുക്കുന്നു, തൊട്ടപ്പുറം പോകുമ്പോൾ അവിടെ വെച്ച് ഒരു തവണ മോഹൻ കുന്നുമേലിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നു. SFI പ്രവർത്തകർ ചാടി വീഴുന്നു. തൊട്ടപ്പുറത്ത് അടുത്ത ഗേറ്റിലേക്ക് പോകുന്ന ഭാഗത്തും മോഹൻ കുന്നുമേലിന്റെ വാഹനത്തിന് മുന്നിൽ ചാടി വീണു. പൈലറ്റ് വാഹനം മറ്റൊരു വഴിയിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മോഹൻ കുന്നുമേലിനെതിരെ SFIയുടെ പ്രതിഷേധം, അത് വാഹനം തടഞ്ഞു നിർത്തിയുള്ള പ്രതിഷേധം തന്നെ SFI നടത്തി. ഒടുവിൽ പോലീസ് അവരെ, ഏകദേശം 10ഓളം വരുന്ന SFI പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ക്യാമ്പസ് വിട്ട് പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. സുഹൈൽ, ഉമേഷ്, നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു ചെറിയൊരു മഞ്ഞുരുകലിലേക്ക് ഒരു സാധ്യത തെളിഞ്ഞു വന്നിരുന്നു. അന്ന് സർവകലാശാലയിലെത്തിയ VC അവർ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഗവർണറുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് മഞ്ഞുരുക്കത്തിന് തടസ്സമാകുന്നത്. അത് തന്നെയാണോ വീണ്ടും SFIയെ കേരള സർവകലാശാലയിൽ പ്രതിഷേധത്തിന് ഇറക്കുന്നത്? ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ പ്രശ്നങ്ങളായിരുന്നു കോടതിയിൽ അപ്പീലിനെല്ലാം പോയത്. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതേ രീതിയിൽ തുടരുക തന്നെയാണ്. ഇപ്പോഴും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിച്ചാൽ മാത്രമേ താൻ വിട്ടുവീഴ്ചയ്ക്കുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ. ഇന്ന് ഇവിടെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ എത്തിയ ശേഷം ഈ ഫയൽ നീക്കത്തിന്റെ പൂർണ്ണ ചുമതല രജിസ്ട്രാർ എന്ന നിലയിലുള്ള മിനി കാപ്പന്, അതായത് രജിസ്ട്രാർ ഇൻചാർജായി വൈസ് ചാൻസലർ നിയോഗിച്ച മിനി കാപ്പന് നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ KS അനിൽകുമാർ വഴി യൂണിയന്റെ ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു അപേക്ഷ വൈസ് ചാൻസലർക്ക് പോയിരുന്നു. ആ രീതിയിൽ ഫയൽ നീക്കം നടത്തിയ ഉദ്യോഗസ്ഥരെ, അതായത് സർവകലാശാല ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വൈസ് ചാൻസലർ ചോദിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടിക്കുള്ള സാധ്യതയുമുണ്ട്. ഈ രീതിയിൽ വൈസ് ചാൻസലർ ഒരു ഭാഗത്ത് സ്വന്തം നിലയിൽ കൂടുതൽ ശക്തനായി സർവകലാശാല ആസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതേസമയം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗവും ഈ സർവകലാശാലയിൽ രജിസ്ട്രാർ അടക്കമുള്ളവർക്ക് അനുകൂലമായി പിന്തുണയുമായി നിൽക്കുന്നുണ്ടെങ്കിലും KS അനിൽകുമാറിനെതിരെയുള്ള നീക്കം ഒരു ഭാഗത്ത് കൃത്യമായി മോഹൻ കുന്നുമേൽ തുടരുന്നുണ്ട്. ഇന്ന് ഇവിടെ ഫയൽ നീക്കത്തിന്റെ പൂർണ്ണ ചുമതല വീണ്ടും രജിസ്ട്രാർ ആയ മിനി കാപ്പന് നൽകി, അതായത് KS അനിൽകുമാറിൽ നിന്നെടുത്ത് മിനി കാപ്പന് നൽകിയ ശേഷമാണ് ഇപ്പം മുമ്പ് ഇവിടെ നിന്ന് മോഹൻ കുന്നുമേൽ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് തിരിച്ചുപോയത്. സുഹൈൽ, ശരി, കേരള സർവകലാശാലയ്ക്ക് ഇപ്പോൾ രണ്ട് രജിസ്ട്രാറാണ്. ഒന്ന് സിൻഡിക്കേറ്റിന്റെ രജിസ്ട്രാറും ഒന്ന് VCയുടെ രജിസ്ട്രാറും. ഇത് തന്നെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്കും കാരണം. VC രജിസ്ട്രാർ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് SFIയുടെ പ്രതിഷേധത്തിനും കാരണം. മറ്റു വാർത്തയിലേക്കാണ്.